രേണു ആകെ അപ്സെറ്റ് ആയിട്ടിരിക്കുകയാണ്. അതിൻ്റെ കാരണം എല്ലാവർക്കും അറിയാമായിരിക്കും അല്ലേ? അക്ബർ വിളിച്ച പേര് തന്നെയാണ് അതിൻ്റെ കാരണം. എന്തായാലും കുറച്ച് കൂടിപ്പോയി എന്നാണ് എല്ലാവരുടെയും അഭിപ്രായം. എന്തായാലും മറ്റാരും തന്നെ ഇങ്ങനെ ഒരു പേര് സജസ്റ്റ് ചെയ്തിട്ടില്ല. സോ വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. ബിഗ് ബോസിന്റെ പ്രധാന അപ്ഡേറ്റ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. കഴിഞ്ഞ എപ്പിസോഡ്സിലെല്ലാം രേണു വളരെ അപ്സെറ്റ് ആയിട്ടിരിക്കുകയാണ്. അതിന്റെ കാരണം എന്താണെന്ന് വെച്ചാൽ അക്ബർ രേണുവിനെ വിളിച്ച സെപ്റ്റി ടാങ്ക് എന്ന് വിളിച്ച അങ്ങനെ ഒരു പേര് കൊടുത്തതാണ് രേണുവിനെ വളരെയധികം അപ്സെറ്റ് ആക്കിയിരിക്കുന്നത്. എന്നാൽ അതിനുശേഷം അക്ബർ ചെന്ന് ക്ഷമ ചോദിക്കുകയും ഒക്കെ ചെയ്തെങ്കിൽ കൂടെയും രേണു ഒന്നും അക്സെപ്റ്റ് ചെയ്തിരുന്നില്ല. എന്തായാലും അതൊക്കെ ഓരോരുത്തരുടെ പേഴ്സണൽ ചോയ്സ്, അക്സെപ്റ്റ് ചെയ്തതും ചെയ്യാത്തതും ഒക്കെ. എന്തായാലും ഇങ്ങനെ ഒരു പേര് ഇട്ടത് വളരെ മോശമായി പോയി എന്ന് തന്നെയാണ് ഭൂരിപക്ഷം ആളുകളുടെയും അഭിപ്രായം. രേണു അതിനെതിരായിട്ട് അനുമോളോട് സംസാരിച്ചതിൻ്റെ കൂട്ടത്തിൽ പറയുന്നുണ്ടായിരുന്നു. ഭയങ്കരമായിട്ട് വിഷമിച്ചാണ് പറഞ്ഞത്. ഇങ്ങനെ ഒരു പേരെനിക്ക് തന്നതിൽ ഒരുപാട് വിഷമമുണ്ടെന്നും ഇതെല്ലാവരും കാണുന്നതല്ലേ എന്നൊക്കെ ചോദിച്ചിട്ട് രേണു ഭയങ്കരമായിട്ട് വിഷമിക്കുന്നുണ്ടായിരുന്നു. സ്ത്രീകളെ എല്ലാം കളിയാക്കുന്നതിന് തുല്യമാണ് എന്ന് രേണു പറഞ്ഞപ്പോൾ മറ്റ് കണ്ടസ്റ്റൻസ് എന്നാൽ അതിനെ എതിർത്തിട്ട് മറ്റ് കണ്ടസ്റ്റൻസ് പറഞ്ഞത് ഇത് സ്ത്രീകളെ മുഴുവൻ ആക്ഷേപിച്ചു, അങ്ങനത്തെ കാര്യങ്ങളായിട്ടൊന്നും എടുക്കണ്ട, സ്വന്തമായിട്ട് രേണുവിനെ ആക്ഷേപിച്ചു എന്ന ഒരു പേഴ്സണൽ കാര്യമായിട്ട് മാത്രം എടുത്താൽ മതി എന്ന് പറഞ്ഞുകൊണ്ട് മറ്റ് കണ്ടസ്റ്റൻസ് അതിനെതിരായിട്ട് അങ്ങനെ പറഞ്ഞ് ആശ്വസിപ്പിക്കുകയായിരുന്നു. വാട്ടവർ, എന്തായാലും ഇങ്ങനെ ഒരു സെപ്റ്റി ടാങ്ക് എന്നൊക്കെ ഒരാളെ ഇങ്ങനെ ഒരു പബ്ലിക് കാണുന്ന പ്ലാറ്റ്ഫോമിൽ വെച്ച് വിളിച്ചിരിക്കുന്നത് വളരെയധികം മോശമാണ് എന്ന് തന്നെയാണ് എല്ലാ ആളുകളുടെയും അഭിപ്രായം. അത് തന്നെയാണ്. ഭൂരിപക്ഷം ആൾക്കാരും അതിനെ എതിർത്തുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത്. ഇപ്പോൾ എല്ലാവരും തമ്മിൽ അടിയാണ്. ഇതിനകത്തിൽ മിക്ക ആൾക്കാരും തമ്മിൽ അടിയാണ്. അതും വന്ന് രണ്ടാം പക്കം തൊട്ട് തന്നെ മിക്ക ആൾക്കാരും തമ്മിൽ ഭയങ്കര വഴക്കാണ് ഇതിനകത്തിൽ കാണുന്നത്. ഇവരിനിപ്പോൾ കോണ്ടന്റിന് വേണ്ടി ചെയ്യുന്നതാണോ എന്നുള്ളത് വരെ നമുക്ക് തോന്നിപ്പോകുന്ന രീതിയിലാണ് അതിനകത്തിൽ അടി നടക്കുന്നത്. കാരണം ചെറിയ കാര്യങ്ങൾ വരെ ഭയങ്കരമായിട്ട് പെരുപ്പിച്ച് വഴക്കായിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ ബിഗ് ബോസിൽ കാണാൻ സാധിക്കുന്നത്. വന്ന് കുറച്ച് ദിവസം കഴിഞ്ഞതിന് ശേഷമാണെങ്കിൽ നമുക്ക് പിന്നെയും പറയാം, വന്ന് കുറച്ച് ദിവസം കഴിഞ്ഞു, അല്ലെങ്കിൽ ഒന്നോ രണ്ടോ ആളുകളാണ് ഇങ്ങനെ അടിയിടുന്നതെങ്കിലും പിന്നെയും പറയാം. പക്ഷേ ഇത് മിക്ക ആൾക്കാരും അടി ഉണ്ടാക്കാനായിട്ട് ഓരോ കാര്യങ്ങൾ ഇങ്ങനെ കൊണ്ടുവരുന്നത് പോലെയാണ് നമുക്കിപ്പോൾ ഇത് കാണുമ്പോൾ തോന്നുന്നത്. അതോ ഇനി അടി ഉണ്ടാക്കിയാലേ റിയലായിട്ട് ആൾക്കാർക്ക് തോന്നിക്കത്തുള്ളൂ എന്ന് വിചാരിച്ചാണോ ഇവരിങ്ങനെ അടിയിടുന്നതെന്ന് വരെ നമുക്ക് തോന്നിപ്പോകും. കാരണം അത്രയ്ക്ക് നിസാരമായിട്ടുള്ള കാര്യങ്ങൾക്കാണ് ഇതിനകത്തിൽ മിക്ക ആൾക്കാരും തമ്മിൽ വഴക്ക് നടക്കുന്നത്. സോ വാട്ടവർ, ഇതിനകത്തിന് ഇനിയിപ്പം റിയലായിട്ട് തോന്നിപ്പിക്കണമെങ്കിൽ അതിനിങ്ങനെ കിടന്ന് വഴക്കിടേണ്ട ആവശ്യമുണ്ടോ? സമാധാനപ്രിയരായിട്ടുള്ള ആൾക്കാരും ഉണ്ടല്ലോ. അപ്പം ഈ വഴക്കിട്ടെങ്കിലേ റിയൽ ആകൂ എന്നൊന്നും ഇല്ലല്ലോ. സോ ഇത് കാണുമ്പോൾ നമുക്ക് ഇങ്ങനെയാണ് തോന്നുന്നത്. വന്ന് രണ്ടാം പക്കം തൊട്ട് ഒരു പരിചയമില്ലാത്ത ആൾക്കാർ തമ്മിൽ ഇങ്ങനെ വഴക്ക് നടക്കുന്നത് കാണുമ്പോൾ നമ്മൾ കാണുന്നവർക്ക് അങ്ങനെയാണ് തോന്നുന്നത്. പിന്നീട് ഒരു രസകരമായിട്ടുള്ള ഒരു ഭാഗമായിട്ട് തോന്നുന്നത് നെവിൻ്റെ ഒരു ഭാഗമാണ്. നെവിൻ ഇങ്ങനെ ക്യാമറയിലേക്ക് നോക്കിയിട്ട് ബിഗ് ബോസിനോട് ഇങ്ങനെ അഭ്യർത്ഥിക്കുകയാണ്, എൻ്റെ കുറച്ച് തുണികളെങ്കിലും എനിക്ക് താ, ഞാനൊരു സ്റ്റൈലിസ്റ്റാണ്, കുറച്ച് സ്റ്റൈലായിട്ട് നടക്കണമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത്. ഇങ്ങനെ ഒരു 72 മണിക്കൂറത്തേക്കെങ്കിലും എൻ്റെ ഡ്രസ്സസൊക്കെ എനിക്കൊന്ന് താ, ഞാനൊരു സ്റ്റൈലിസ്റ്റാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് കെഞ്ചുന്ന ഒരു സീനാണ് പിന്നീട് കുറച്ച് രസകരമായിട്ട് തോന്നിയത്. പിന്നീട് ജിസൈലിൻ്റെ കോസ്റ്റ്യൂംസ് എല്ലാം തിരിച്ച് വാങ്ങിച്ചിരിക്കുകയാണ് ബിഗ് ബോസ്. സോ ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ മറ്റുള്ള കണ്ടസ്റ്റൻസ് ഇങ്ങനെ അവിടെ ഇവിടെ ഇരുന്നിട്ട് ജിസൈലിനെ കളിയാക്കുകയാണ്. കോസ്റ്റ്യൂംസിലാണ് ജിസൈലിൻ്റെ കോൺഫിഡൻസ് തന്നെ. സോ ഇൻ ദി സിറ്റുവേഷൻ ഈ കോൺഫിഡൻസ് തന്നെ ജിസൈലിൻ്റെ കുറഞ്ഞിരിക്കുകയാണ് കോസ്റ്റ്യൂംസും കാര്യങ്ങളും ഒക്കെ തിരിച്ച് വാങ്ങിച്ചപ്പോൾ എന്ന് പറഞ്ഞിട്ട് മറ്റുള്ള കണ്ടസ്റ്റൻസ് എല്ലാം കളിയാക്കുകയാണ്. ജിസൈൽ ഇങ്ങനെ മൂഡ് ഓഫ് ആയിട്ട് വേറൊരു സ്ഥലത്ത് ഇങ്ങനെ ഇരിക്കുന്നു. അതും വളരെ രസകരമായിട്ടുള്ള ഒരു രംഗമായിട്ട് തോന്നി. പിന്നീട് ഷാനവാസും അനീഷും തമ്മിൽ ഇടയ്ക്കിടയ്ക്ക് നല്ല വഴക്ക് നടക്കുന്നുണ്ട്. ഇവർ തമ്മിൽ നല്ല വഴക്ക് നടക്കുന്നുണ്ട്. എന്നാൽ ഷാനവാസ് ഇങ്ങനെ അറിഞ്ഞുകൊണ്ട് ഇങ്ങനെ അനീഷിനെ കയറി ചൊറിയാനായിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത് പോലെ ഒരു തമാശ രൂപേണ അനീഷിൻ്റെ അടുത്ത് ചെല്ലുകയും അനീഷ് അതിന് എതിരായിട്ട് ദേഷ്യപ്പെടുകയും ചെയ്യുന്ന ചില രംഗങ്ങളാണ്. ഇവർ തമ്മിൽ നല്ലൊരു കോമിക്കായിട്ടുള്ളൊരു കോംബോ ആയിട്ടാണ് തോന്നിയത്. ഷാനവാസ് ആണെങ്കിലും വളരെയധികം കോമിക് സെൻസ് ഉള്ള ഒരാളായിട്ട് തോന്നി. നേരത്തെ സീരിയൽസിൽ കൂടെ വളരെ നല്ലൊരു നടനാണ് എന്ന് ഷാനവാസ് തെളിയിച്ചിട്ടുണ്ട്. ഈ ബിഗ് ബോസിൽ വന്നതിന് ശേഷം നമുക്ക് ഷാനവാസ് വളരെ നല്ലൊരു കോമഡി സെൻസുള്ള അഥവാ ഒരു കോമിക് സെൻസുള്ള ആളാണെന്ന് കൂടെ തോന്നിപ്പോകും. അങ്ങനെ നല്ല രീതിയിൽ. എന്നാൽ ഷാനവാസിന് ദേഷ്യം വരുന്നൊക്കെ ഉണ്ട് ഇടയ്ക്കിടയ്ക്ക്. പക്ഷേ ആ ദേഷ്യത്തിന് പോലും പുള്ളി ഇങ്ങനെ ഹ ഹ ഹ ഹ എന്നൊക്കെ പറഞ്ഞിട്ട് ചിരിച്ചുകൊണ്ട് വേറൊരു കോമഡി രീതിയിലേക്ക് മാറ്റി പ്രേക്ഷകർക്ക് അതൊക്കെ ഒരു ആസ്വദിക്കാവുന്ന രീതിയിലേക്ക് മാറ്റിക്കൊണ്ടാണ് എല്ലാം അവതരിപ്പിക്കുന്നത്. സോ അനീഷും ഷാനവാസും തമ്മിലുള്ള കോംബോ രംഗങ്ങൾ വളരെ രസകരമായിട്ടാണ് തോന്നിയത്. ഷാനവാസും ബിൻസിയും കൂടെ ഭയങ്കര
ഭയങ്കര ഒരു പൊരിഞ്ഞ വഴക്ക് നടക്കുന്നുണ്ട്. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഒരു ടാസ്ക് കൊടുത്തിരിക്കുകയാണല്ലോ, പുറത്ത് ഗാർഡൻ ഏരിയയിൽ കുറച്ച് പേരെ ഉറങ്ങണം, അങ്ങനെ ഒരു ടാസ്ക് കൊടുത്തിരുന്നല്ലോ, പുകഞ്ഞ കൊള്ളി പുറത്തെന്ന് പറഞ്ഞിട്ട്. സോ ആ ഒരു ടാസ്കിൽ ഷാനവാസിനെ ഇവർ എടുത്തുകൊണ്ട് പോകാനുള്ളൊരു ശ്രമം നടത്തിയിരുന്നല്ലോ. അങ്ങനെ ശ്രമിക്കുന്ന സമയത്ത് ഷാനവാസ് ത്രൂ ഔട്ട് ഉറക്കം നടിക്കുകയായിരുന്നു എന്ന് ഷാനവാസ് പറഞ്ഞു. അപ്പോൾ ഷാനവാസ് അങ്ങനെ പറഞ്ഞപ്പോൾ മറ്റുള്ളവർക്കത് ഭയങ്കരമായിട്ട്, ബിൻസിക്കൊക്കെ അത് ഭയങ്കരമായിട്ട് ഫീലായി. കാരണം നിങ്ങൾ ഉറക്കം നടിക്കുമായിരുന്നു, അങ്ങനെയാണെങ്കിൽ ഞങ്ങളൊക്കെ ഉറക്കം അളച്ച് നിങ്ങൾക്ക് കാവലിരിക്കേണ്ട ആവശ്യമുണ്ടായിരുന്നു എന്നൊക്കെ ചോദിച്ചിട്ട് ഷാനവാസും ബിൻസിയും തമ്മിൽ ഭയങ്കര ഒരു പൊരിഞ്ഞ അടിയുടെ ഒരു ഭാഗമാണ് കാണിക്കുന്നത്. എന്തായാലും ഷാനവാസ് ഉറങ്ങുമായിരുന്നോ അഭിനയിക്കുമായിരുന്നോ ഇതൊന്നും അറിയത്തില്ല. ഷാനവാസ് പറയുന്നു ഷാനവാസ് ഉറങ്ങുകയല്ലായിരുന്നു, ഉറങ്ങുന്നത് പോലെ അഭിനയിക്കുമായിരുന്നു എന്ന് പറഞ്ഞു. ഞാൻ സത്യം പറഞ്ഞതിന് എന്താണ് കുഴപ്പം, ഞാൻ അഭിനയിക്കുമായിരുന്നെന്ന് ഞാൻ പറഞ്ഞില്ലേ, അതിനെന്താ ഇപ്പോൾ ഇത്ര കുഴപ്പം എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. പക്ഷേ അത് ശരിക്കും ഉറങ്ങിയോ അതോ അഭിനയിക്കുമായിരുന്നു എന്നുള്ളത് ഇപ്പോഴും വ്യക്തമല്ല. അതോ ഇനിയും ഉറങ്ങാതെ ഇരുന്ന് ടാസ്ക് കംപ്ലീറ്റ് ചെയ്തു എന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയിട്ടാണോ അങ്ങനെ പറയുന്നതെന്നും അറിയില്ല. അതോ ഇനിയും യഥാർത്ഥത്തിൽ അഭിനയിക്കുമായിരുന്നു എന്താണെന്നുള്ളതും അറിയില്ല. എന്തായാലും ഇവർ തമ്മിൽ ഭയങ്കര ഒരു പൊരിഞ്ഞ വഴക്കാണ് നടന്നിരിക്കുന്നത്. ഇതിൻ്റെ പേരും പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും എടോ താനെന്നൊക്കെ വിളിച്ച് ഭയങ്കരമായിട്ടൊരു പൊരിഞ്ഞ വഴക്കാണ് നടന്നത്. പിന്നീട് അക്ബറിനൊരു ചാൻസ് കിട്ടുന്നു. ഈ ഗാർഡൻ ഏരിയയിൽ ഇപ്പോൾ കുറച്ച് പേര് കിടപ്പുണ്ടല്ലോ, അതിൽ നിന്ന് ഒരാളിനെ അകത്താക്കിയിട്ട് അകത്ത് അക്ബറിന് താല്പര്യമുള്ള ഒരാളിനെ പുറത്ത് കിടത്താം എന്നുള്ളൊരു ഓപ്ഷൻ ഒരു ഗെയിം വിൻ ചെയ്തതിൻ്റെ ഭാഗമായിട്ട് അക്ബറിന് കിട്ടുന്നു. അങ്ങനെ ഒരു സാഹചര്യത്തിൽ അക്ബർ പറയുന്നു എന്നാൽ പിന്നെ ഷാനവാസ് അകത്ത് കയറട്ടെ, പകരം രഞ്ജിത്ത് പുറത്തു പോയി കിടക്കട്ടെ എന്ന് പറയുന്നു. അങ്ങനെ രഞ്ജിത്തായി മറ്റുള്ളവരുടെ കൂടെ പുറത്ത് കിടക്കേണ്ട ആൾ. പിന്നീട് ബിഗ് ബോസിന്റെ അനൗൺസ്മെന്റ് വരുന്നു. അകത്തുള്ള ആൾക്കാർക്ക് മാത്രമല്ല, പുറത്ത് കിടക്കുന്ന ആൾക്കാർക്കും ഈ കട്ടിലിൽ കിടക്കുന്ന ആളിനെ എടുത്ത് ആ ഒരു പോയിന്റിൽ കൊണ്ടുവച്ച് കഴിഞ്ഞാൽ, അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ആ പോയിന്റിൽ കൊണ്ടുവെക്കുന്ന കണ്ടസ്റ്റന്റ് പുറത്താവുകയും ചെയ്യും. എന്നാൽ അങ്ങനെ ചെയ്ത് ആ പൊക്കിക്കൊണ്ട് പോയി പുറത്ത് വെക്കുന്ന ആൾക്കാർക്ക് അകത്ത് കയറുകയും ചെയ്യാം. അങ്ങനെ ഒരു അനൗൺസ്മെന്റ് ബിഗ് ബോസിന്റെ ഭാഗത്തുനിന്ന് വരുന്നു. എന്താകുമെന്ന് നമുക്ക് ഇനിയും വരുന്ന എപ്പിസോഡ്സിൽ അറിയാം. വാട്ടെവർ ഈ ഒരു സീസണിൽ ആരും വലിയ നന്മമരം ഒന്നും നന്മമരമായിട്ടുള്ളവർ പോലും ഇതിനകത്തിൽ ഭയങ്കരമായിട്ട് പ്രകോപിതരാകുകയും ഭയങ്കരമായിട്ട് ഓവറായിട്ട് റിയാക്ട് ചെയ്യുകയും ചെയ്യുന്ന കാര്യമാണ് കാണുന്നത്. എന്തായാലും നമുക്കറിയില്ല അതിനിപ്പം റിയൽ ആണെന്ന് കാണിക്കാനാണോ എന്താണെന്നറിയില്ല, ഓവർ റിയാക്ഷനാണ് കാണുന്നത്. സോ വാട്ടെവർ എന്തൊക്കെയാകും എന്നുള്ളത് ഇനിയിപ്പം വരും എപ്പിസോഡ്സിൽ കാണാം. അപ്പോൾ ഇന്നത്തെ നമ്മളുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക, അതുപോലെ തന്നെ നോട്ടിഫിക്കേഷൻ കൂടി ഓൺ ആക്കിയേക്കുക, ലൈക്ക് ചെയ്യുക, ഇഷ്ടമായാലൊന്ന് ഷെയർ കൂടി ചെയ്തേക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്.